സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന യേശുവിൽ പുത്രത്വം ലഭിച്ചു ദൈവമക്കളായവർക്ക് ഉള്ളതാണെന്നും ദൈവം സ്വർഗത്തിൽ ആണെന്നും വ്യക്തമാക്കുന്നു. രണ്ടാമത്, നിന്റെ നാമം വിശദീകരിക്കപ്പെടട്ടെ എന്നത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം നിത്യമായി ആരാധ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. മൂന്നാമത്, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നത് തിന്മ നിറഞ്ഞ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം വരണം എന്ന് ദൈവമക്കൾ ആഗ്രഹിക്കും എന്ന് വ്യക്തമാക്കുന്നു. നാലാമത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും തരണമേ എന്നത് ഓരോ ദിവസവും ആത്മീയവും ഭൗതികവുമായ പരിപാലനത്തിന് ദൈവത്തിലാണ് ഏക ആശ്രയം എന്ന് വ്യക്തമാക്കുകയാണ്. അഞ്ചാമത്, ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നത് ദൈവത്തിൽ നിന്ന് ക്ഷമ യാചിക്കാൻ പ്രാർത്ഥിക്കും മുൻപ് മറ്റ് മനുഷ്യരോട് അവരുടെ കുറ്റങ്ങൾ ക്ഷമിച്ചിരിക്കണം എന്നത് വ്യക്തമാക്കുന്നു. ആറാമത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നത് പാപത്തിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും രക്ഷ നേടുവാൻ അനുദിനം ദൈവത്തിൽ ആശ്രയം വയ്ക്കണം എന്ന് വ്യക്തമാക്കുന്നു. സങ്കീർത്തനം 103:13 അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് നാം വായിക്കുന്നു.